വെൽക്കം ബാക്ക്. അപ്പോൾ മോർണിംഗ് വാക്ക് ഇങ്ങനെ നമ്മൾ നടക്കുകയാണ്. നടന്ന് നമ്മൾ പിഴലപ്പാലത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി അതിന്റെ തൊട്ടടുത്തുള്ള ഒരു താഴെ പ്രദേശത്തേക്ക് നമ്മൾ ഇങ്ങനെ കടന്നിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ മനോഹാരിത അതിങ്ങനെ ആസ്വദിച്ചാണ് നമ്മുടെ നടത്തം. അപ്പോൾ നിങ്ങൾ പ്രേക്ഷകരിൽ പല ആൾക്കാരും നടന്നുകൊണ്ടിരുന്ന് നമ്മളെ കേൾക്കുന്നുണ്ടാവും, ഓടിക്കൊണ്ടിരുന്ന് നമ്മളെ കേൾക്കുന്നുണ്ടാവും, വീട്ടിലിരുന്ന് നമ്മളെ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ അടുത്ത വാർത്തയിലേക്ക് പോകാൻ സമയമാകുന്നു. അതെ, അത് കർണാടകയിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. കർണാടക നമുക്കറിയാം, നമ്മൾക്ക് യൂണി ക്യാമറയിലും ബൈ ക്യാമറയിലും ലെജിസ്ലേച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ കർണാടക 2 സഭകളുള്ളതാണ്. ലെജിസ്ലേറ്റീവ് കൗൺസിലുമുണ്ട്, ലെജിസ്ലേറ്റീവ് അസംബ്ലിയുമുണ്ട്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ളവരാണ് MLA-മാര്, കൗൺസിലിലേക്കുള്ളവർ MLC-മാർ. അപ്പോൾ അവിടെ ഒരു MLC-യുമായി ബന്ധപ്പെട്ട വിഷയമാണിത്. വനിതാ മന്ത്രിയെ അവഹേളിച്ച കേസിൽ MLC CT രവിയെ അറസ്റ്റ് ചെയ്തതിൽ കർണാടകയിൽ ഇന്ന് വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് BJP. ചിക്കമംഗളൂരുവിൽ BJP ബന്ദിന് ആഹ്വാനം ചെയ്തു. നിയമസഭാ മന്ദിരത്തിൽ വെച്ച് കോൺഗ്രസ് പ്രവർത്തകർ CT രവിയെ ആക്രമിക്കാൻ ശ്രമിച്ചതിൽ BJP പരാതി നൽകിയിട്ടുണ്ട്. മുഹമ്മദ് റഹീസ് ബംഗളൂരുവിൽ നിന്നും തത്സമയ വിവരങ്ങളുമായി ചേർന്നു ടെലിഫോൺ ലൈനിൽ. റഹീസ്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ കർണാടകയിൽ നമ്മൾ ഇന്നലെ കണ്ടത് അസാധാരണമായ ചില സംഭവങ്ങളായിരുന്നു. ആ രീതിയിൽ ഒരു വനിതാ മന്ത്രി അവഹേളിച്ചു എന്നൊരു പരാതി, തുടർന്ന് CT രവിയെ ആക്രമിക്കുന്നു കോൺഗ്രസ് പ്രവർത്തകർ, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ എന്താണ്, ഏത് രീതിയിലാണ് ഈ വിഷയം ഇപ്പോൾ അവിടെ കർണാടകയിൽ ചർച്ചയാകുന്നത്? ഇന്നത്തെ BJP ബന്ദ്, ഒപ്പം കോൺഗ്രസിന്റെ പ്രതിഷേധം, അതെങ്ങനെ? ക്രിസ്റ്റീന, വെരി ഗുഡ് മോർണിംഗ്. ഈ കർണാടകയിൽ വനിതാ മന്ത്രി ലക്ഷ്മി ഹെബ്ബാൽക്കറെ അപമാനിച്ച സംഭവത്തിൽ BJP MLC CT രവിയെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ BJP ചിക്കമംഗളൂരുവിൽ ഇന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ബന്ദ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ബന്ദ് എന്ന രീതിയിലാണ് ഈ പ്രതിഷേധം നടത്താൻ ചിക്കമംഗളൂരുവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഓരോ ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രതിഷേധം നടത്താനും BJP തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയൊരു പ്രതിഷേധം ഇക്കാര്യത്തിൽ കൊണ്ടുവരാൻ BJP ശ്രമിക്കുന്നത് 2 തരത്തിലാണ്. ഒന്ന്, ഈ വനിതാ മന്ത്രിയുടെ പരാതിയിൽ ഉടൻ തന്നെ പോലീസ് ആക്ഷൻ എടുക്കുന്നു, MLC-യെ നിയമസഭാ പരിസരത്ത് വെച്ച് തന്നെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു. അപ്പോൾ അതിലൊരു പ്രതിഷേധം. ഒപ്പം തന്നെ ഈ കോൺഗ്രസ് പ്രവർത്തകർ ഈ നിയമസഭാ മന്ദിരത്തിനുള്ളിലേക്ക് കയറി വന്ന് CT രവിയെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ അത് ഇതുവരെയും അതിലൊരു കേസ് എടുത്തിട്ടില്ല. ഒപ്പം തന്നെ ഈ പ്രവർത്തകരെ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിൽ രണ്ടിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് BJP ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസിന്റെയും പ്രതിഷേധമുണ്ട്. കാരണം ഈ CT രവിയുടെ പരാമർശം അത്യന്തം ഹീനമായിട്ടുള്ളതെന്നാണ്. പുറത്തുവരുന്ന വിവരം ശരിയാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു MLC പദവി പോലും തുലാസിലാകുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഇതിൽ MLC-യിൽ ഈ ഭൂരിപക്ഷമുള്ളത് BJP-ക്കാണ്. അപ്പോൾ BJP-യുടെ സ്പീക്കർ അല്ലെങ്കിൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ സഭ നിയന്ത്രിക്കുന്ന വ്യക്തിക്ക് നേരത്തെ മന്ത്രി പരാതി നൽകിയിരുന്നു. പക്ഷേ ഈ പരാതി സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഈ ഒരു ഓഡിയോ സന്ദേശമൊക്കെ ഒന്നുകൂടി പരിശോധിച്ചതിന് ശേഷം തീരുമാനം എടുക്കാമെന്നാണ് മന്ത്രിയോട് അറിയിച്ചത്. ശേഷം പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെ ആയിരുന്നു അറസ്റ്റും മറ്റു കാര്യങ്ങളുമൊക്കെ. എന്തായാലും അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിൽ തുടങ്ങിയ ഒരു വാക്പോരാണ്. ഏതാണ്ട് പാർലമെന്റിൽ എന്ന പോലെ തന്നെ കർണാടകയിലും കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുകയാണ്. പ്രജിൻ, ക്രിസ്റ്റീന. ശരി റഹീസ്, എന്തായാലും കർണാടകയിൽ വിധാൻസഭയിൽ കണ്ടത് എന്തായാലും നാടകീയ സംഭവങ്ങളാണ്, അസാധാരണമായ സംഭവങ്ങൾ. അതിന്റെ അനുരണങ്ങൾ ഇപ്പോഴും നടക്കുന്നു. ഇന്നും അത്തരം പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാകുമെന്നാണ് മുഹമ്മദ് റഹീസ് നൽകിയ വിവരം. റഹീസിനും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പൊ നമ്മുടെ പ്രേക്ഷകര് കമന്റുമായിട്ട് നമ്മോടൊപ്പം ഉണ്ട്. നമ്മുടെ നൗഫൽ പറയുന്നു, വയനാട് ഇന്നലെ Under-20 ഫുട്ബോൾ ചാമ്പ്യൻസ് ആയ വാർത്തയൊന്ന് പറയൂ. അഭിമാനമല്ലേ നമുക്ക്. 2 അഷ്റഫ് കല്ലട പറയുന്നു, നമ്മുടെ വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയാണ്, കൊച്ചുമോൻ ഫെമിൻ എം. അപ്പോ ഒരു ഗുഡ് മോർണിംഗ് പറയാം. അപ്പൊ ഗുഡ് മോർണിംഗ് ഫെമിൻ. അങ്ങനെ നമ്മുടെ പ്രേക്ഷകരൊക്കെ ഇങ്ങനെ ആഷാക്ക് ഒരുപാട് ജിൻസ് കുര്യാക്കോസ് മോർണിംഗ് വാക്ക് വൈബ് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. പവിത്രൻ പാതിരാപ്പറ്റ, പത്രവായന കുറിച്ച് നേരത്തെ ആക്കാൻ പറ്റുമോ? നമുക്ക് നോക്കാം, വാർത്തകളും കൂടെ കൊടുക്കണമല്ലോ, അതുകൊണ്ടുള്ള ഒരു അടുത്ത വാർത്തയിലേക്ക് കൊണ്ടു പോയല്ലോ. ഇത് RSS മേധാവി മോഹൻ ഭാഗവതിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അതിലേക്കാണ്, അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. നിലപാട് ആവർത്തിക്കുന്നു RSS മേധാവി മോഹൻ ഭാഗവത് എന്നാണ്. അയോധ്യ തർക്കത്തിന് സമാനമായ സംഭവങ്ങൾ രാജ്യത്ത് ആവർത്തിക്കരുത്. കൂടുതൽ ഇടങ്ങളിൽ രാമക്ഷേത്രത്തിന് സമാനമായ തർക്കം അംഗീകരിക്കാൻ കഴിയില്ല. ഇന്ത്യയിൽ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഇല്ല എന്നുകൂടി മോഹൻ ഭാഗവത് പറയുന്നുണ്ട്. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് ചേർന്നത്. ശ്രീനാഥ്, വെരി ഗുഡ് മോർണിംഗ്. ഈ മോഹൻ ഭാഗവതിന്റെ ഒരു പ്രസ്താവന, അത് എന്തൊക്കെ സൂചനകളാണ് നൽകുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ഊന്നൽ നൽകുന്നത്?
കഴിഞ്ഞ ദിവസം പൂനെയിൽ വെച്ചാണ് മോഹൻ ഭഗവത് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. അവിടെ വിശ്വഗുരു ഭാരത് എന്ന പേരിൽ ഒരു ലെക്ചർ സീരീസിൽ പങ്കെടുത്താണ് അദ്ദേഹം സംസാരിച്ചത്. സമീപകാലത്ത് പല മുസ്ലിം ആരാധനാലയങ്ങളിലും അവിടെ നേരത്തെ അത് ഹിന്ദു ആരാധനാലയമാണ് അവകാശവാദം ഉന്നയിച്ച് പരിശോധനകൾക്കായി പലരും കോടതിയെ സമീപിക്കുകയും തുടക്കത്തിൽ കോടതികൾ അത് അനുവദിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. പിന്നീട് കോടതി തന്നെ ഇടപെട്ട് അത് തൽക്കാലത്തേക്ക് തടയുകയും അത്തരം കാര്യങ്ങളിൽ തുടർ നടപടികൾ എങ്ങനെ വേണമെന്ന കാര്യത്തിൽ പരിശോധന നടത്താം എന്ന് അറിയിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഏതായാലും ഇതൊരു ട്രെൻഡായി മാറുന്നു എന്നതാണ് അദ്ദേഹം പറയുന്നത്. അത്തരമൊരു ട്രെൻഡായി ഇത് കൊണ്ടുപോകുന്നത് അത് ശരിയല്ല. രാമക്ഷേത്രം, അയോധ്യയിലെ രാമക്ഷേത്രം എന്നത് ഒരു വികാരമായിരുന്നു. അത് അവിടെ ക്ഷേത്രം നിർമ്മിക്കണം എന്നുള്ളത് ഹിന്ദുക്കളുടെ ഒരു ആവശ്യമായിരുന്നു. അത് നടപ്പാക്കുകയും ചെയ്തു. അതേ തരത്തിലുള്ള ആവശ്യങ്ങൾ മറ്റിടങ്ങളിൽ വിദ്വേഷത്തിന്റെ പേരിൽ ആവർത്തിക്കപ്പെടുന്നത് അത് അംഗീകരിക്കാനാവില്ല. നമ്മുടെ രാജ്യത്ത് പല മതവിഭാഗങ്ങളുണ്ട്. ആ മതവിഭാഗങ്ങൾ ഒരുമിച്ച് കഴിയുന്നതിന്റെ ഒരു മാതൃക അത് ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. രാജ്യത്ത് ന്യൂനപക്ഷം ഭൂരിപക്ഷം അങ്ങനെയില്ല. എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് ഒരുപോലെ കഴിയുന്ന ഇടമാണ് നമ്മുടെ രാജ്യം എന്നും അദ്ദേഹം പറയുന്നു. നേരത്തെയും അദ്ദേഹം സമാന നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഈ പള്ളികളിലും മറ്റും ശിവലിംഗങ്ങൾ ഇങ്ങനെ അന്വേഷിക്കേണ്ടതില്ല എന്നുള്ള നിലപാട് നേരത്തെ അദ്ദേഹം പറഞ്ഞതാണ്. അതിന്റെ ഒരു തുടർച്ച എന്നോണമാണ് ഈ വിഷയത്തിൽ അദ്ദേഹം നിലപാട് ആവർത്തിക്കുന്നത്. ക്രിസ്റ്റീന, ശരി, എന്തായാലും ആ നിലപാട് ആ രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ തന്നെ സ്വാഗതാർഹമാണ്. അത് ഈ രീതിയിൽ പ്രവർത്തകരും അത് തന്നെ പാലിക്കണം എന്നുള്ളതാണ് അല്ലേ. ജാതി മത വ്യത്യാസങ്ങൾക്ക് അതീതമായി നമ്മളൊക്കെ ഇന്ത്യക്കാരാണെന്നുള്ള ആ ബോധ്യത്തോടു കൂടിയാണ് നമ്മൾ എല്ലാവരും കഴിയേണ്ടത് എന്ന ഓർമ്മപ്പെടുത്തൽ. അപ്പോൾ നമ്മളിനി പഴയൊരു വാർത്തയുടെ അപ്ഡേഷനിലേക്ക് പോവുകയാണ്. ആലപ്പുഴയിൽ അപൂർവങ്ങളിൽ അപൂർവമായ വൈകല്യവുമായി കുഞ്ഞു പിറന്നിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് സ്വകാര്യ ക്ലിനിക്കൽ ലാബുകൾക്കെതിരെയും സ്കാനിംഗ് സെന്ററുകൾക്കെതിരെയും നിരവധി തവണ പരാതി നൽകിയിട്ടും ആരോഗ്യവകുപ്പ് നടപടിയെടുക്കുന്നില്ല എന്ന വാർത്തയാണത്. ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ കുഞ്ഞു പിറന്ന സംഭവത്തിൽ 2 സ്കാനിംഗ് സെന്ററുകളുടെ ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കിയതല്ലാതെ മറ്റു നടപടിയൊന്നും ആ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. കേരളത്തിൽ 4520 ക്ലിനിക്കൽ ലാബുകൾ പ്രവർത്തിക്കുന്നു എന്നാണ് കണക്കുകൾ. സ്വകാര്യ ലാബുകളുടെ ജീവൻ വെച്ചുള്ള കളിയിൽ ഇരയാകുന്നത് സാധാരണക്കാരാണ്. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ അസാധാരണ വൈകല്യവുമായി പിറന്ന നവജാത ശിശു. ഗുണനിലവാര പരിശോധനയിലെ അധികൃതരുടെ ഉദാസീനത രോഗനിർണയ കേന്ദ്രങ്ങളുടെ അഴിഞ്ഞാട്ടത്തിന് വഴിയൊരുക്കിയെന്നതാണ് പരാതി. പരിശോധനകളുടെ നിരക്ക് ഏകീകരിക്കാൻ ആരോഗ്യവകുപ്പ് ഇടപെടുന്നില്ല. നിരക്കുകൾ പ്രദർശിപ്പിക്കണമെന്ന നിർദ്ദേശത്തിന് പുല്ലുവില. MRI, CT, UT സ്കാനുകളുടെ നിരക്കുകൾ ഏകോപിപ്പിക്കാൻ നടപടിയില്ല. ഇത് സംബന്ധിച്ച് കൺസ്യൂമർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ജനറൽ സെക്രട്ടറി G. രാജേന്ദ്രൻ നൽകിയ പരാതിക്ക് ഇനിയും പരിഹാരമില്ല. ഈ സ്കാനിംഗ് സെൻ്ററുകളുടെ റേറ്റ്, ക്ലിനിക്കൽ ലാബുകളുടെ റേറ്റ് എന്നിവ നിശ്ചയിക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിനെതിരെ ഒരു സ്റ്റേ വാങ്ങിയിട്ടുണ്ടത്രേ. 2019 ഓർക്കണം. കഴിഞ്ഞ 5 കൊല്ലത്തിനുള്ളിൽ ഗവൺമെൻറ്റിന് ഈ സ്റ്റേ വെക്കേറ്റ് ചെയ്യാനായിട്ട് പരിശ്രമിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറയുന്നത് ആര് വിശ്വസിക്കും? അവരുടെ ചിലവുകൾ പരിശോധിക്കുമ്പോൾ അതിന് ഗവൺമെൻറ് ഒരു റേറ്റ് അടിച്ചേൽപ്പിക്കുന്നത് ശരിയാകുമോ എന്നാണ് DMA ചോദിച്ചിരിക്കുന്നത്. സാമ്പിൾ പരിശോധനയ്ക്ക് നിലവാരം കൂടിയതും കുറഞ്ഞതുമായ റീ ഏജന്റുകളുണ്ട്. ചെലവ് കുറയ്ക്കാൻ പല ലാബുകളിലും നിലവാരം കുറഞ്ഞ റീ ഏജന്റുകൾ ഉപയോഗിക്കുന്നുവെന്നും പരാതിയുണ്ട്. ലാബുകളിലെ റേഡിയോളജിസ്റ്റിന്റെ യോഗ്യത പരിശോധിക്കേണ്ടത് സർക്കാരാണ്. ഈ പരിശോധനകളും കാര്യക്ഷമമല്ലെന്നും പരാതിയുണ്ട്. സ്വകാര്യ ലാബുകളുടെ കൃത്യമായ പ്രവർത്തനത്തിന് സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യവും ഇതോടെ ശക്തമായി. മനീഷ് മഹിവാൽ, 24 ആലപ്പുഴ. മോർണിംഗ് വാക്ക് നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മളിങ്ങനെ നടന്ന് നമ്മൾ പിഴലപ്പാലത്തിന് താഴേക്ക് എത്തി. ഇതാ നമ്മുടെ പിറകിലേക്ക് കാണുന്ന ഈ ഭാഗം, എനിക്കൊന്ന് വെള്ളം കയറി വരുന്ന ഒരു ഭാഗമാണ്. അതെ. മാത്രമല്ല പ്രജിൻ, ഇന്നും സൂര്യൻ പതിവ് പോലെ ഉദിച്ചിട്ടുണ്ട്. വിഷ്ണു ഒന്ന് ക്യാമറയിൽ കാണിച്ചു കൊടുത്താൽ നന്നായിരിക്കും. അപ്പോ ചന്ദ്രൻ ഇങ്ങനെ മറഞ്ഞു, അതിനുശേഷം സൂര്യോദയം പ്രേക്ഷകർക്ക് ഇപ്പൊ കാണാം. അപ്പൊ അങ്ങനെ സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട്. ആ കാഴ്ച പ്രേക്ഷകർ ആസ്വദിക്കുന്നു. പലയിടങ്ങളിൽ നിന്നും നമ്മുടെ സൂര്യോദയം അതുകൂടി പ്രേക്ഷകരെ കാണിക്കുക എന്നുള്ളത് നമ്മുടെ മോർണിംഗ് വാക്കിന്റെ ലക്ഷ്യമാണ്. അപ്പൊ ഇവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്നത് സന്നിധാനത്തേക്കാണ്. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ.
യെസ്, വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗ് നടത്തി ദർശനം നടത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധന എന്നാണ് വാർത്ത. ഇന്നത്തെ പ്രതിദിനം 10,000-ന് മുകളിലാണ് സ്പോട്ട് ബുക്കിംഗിലൂടെ തീർത്ഥാടകർ എത്തുന്നത്. ഇതോടെ സന്നിധാനത്ത് തിരക്കും അനിയന്ത്രിതമായിട്ടുണ്ട്. കേരളത്തിൽ നാളെ മുതൽ ക്രിസ്മസ് അവധി തുടങ്ങുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. അശ്വിൻ പാലാഴിയുണ്ട് സന്നിധാനത്ത് നിന്ന്. അശ്വിൻ, കുറേ ദിവസമായി ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ്. വെരി 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 ഗുഡ് മോർണിംഗ്. ഇപ്പൊ തിരക്ക് കൂടുന്നുണ്ട്, ഇനി ക്രിസ്മസ് അവധി കൂടെ വരാൻ പോകുന്നുണ്ട്. അപ്പൊ ഇതുവരെ എല്ലാം ഭംഗിയായിട്ടാണ് പോയത്. അപ്പൊ തിരക്ക് കൂടുന്നതുകൊണ്ട് എല്ലാം സജ്ജമാണല്ലോ, അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. കൃഷ്ണ പ്രജിൻ, വെരി ഗുഡ് മോർണിംഗ്. പതിവ് പോലെ തന്നെ എല്ലാ ദിവസവും പറയാറുള്ളത് പോലെ തന്നെ തിരക്കിൻ്റെ കാര്യം തന്നെയാണ് പറയാനുള്ളത്. വലിയ തിരക്കാണ് സന്നിധാനത്തുള്ളത്. നമ്മളിപ്പോൾ 18-ാം പടിക്ക് മുകളിൽ സോപാനത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. 18-ാം പടി കയറി വരുന്ന തീർത്ഥാടകരുടെ എണ്ണം വളരെ കൂടുന്നുണ്ട് ഓരോ ദിനവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ പമ്പ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് സ്പോട്ട് ബുക്കിംഗ് വഴി കയറി വരാൻ 10,000 പേർക്കാണ് ആദ്യഘട്ടത്തിൽ ദേവസ്വം ബോർഡ് അനുമതി നൽകിയിരുന്നത്. പക്ഷേ അതിനും പുറത്ത് അധികമായി 10,000 പേർ കൂടി വരുന്നു. അതായത് 20,000 പേർ പ്രതിദിനം സ്പോട്ട് ബുക്കിംഗ് വഴി മാത്രം ശബരിമലയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ തിരക്ക് വർദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാന കാരണമായി ദേവസ്വം ബോർഡ് പറയുന്നത്. ആ തിരക്ക് ഇനി കുറയുകയല്ല, ഇനിയും കൂടാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. നാളെ മുതൽ ക്രിസ്മസ് അവധിയിലേക്ക് കേരളം കടക്കുകയാണ്. മലയാളി തീർത്ഥാടകരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കും. എന്തായാലും അതൊക്കെ മുൻകൂട്ടി ഇന്നലെ അവലോകന യോഗം ചേർന്നിരുന്നു. തിരക്ക് നിയന്ത്രിക്കാൻ കർശന നടപടികളും ഒപ്പം കൃത്യമായ ഇടപെടലുകളും ദേവസ്വവും പോലീസുമൊക്കെ നടത്തുന്നുണ്ട്. നാളെ മുതൽ കൂടുതൽ പോലീസ് ഫോഴ്സ് സന്നിധാനത്തേക്കും പമ്പയിലേക്കും നിലയ്ക്കലേക്കുമൊക്കെ എത്തുന്നുമുണ്ട്. അതോടുകൂടി തിരക്ക് വർദ്ധിച്ചാൽ പോലും കൃത്യമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഇടപെടൽ ഉണ്ടാകും എന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും തിരക്ക് തുടരുകയാണ്. നമ്മൾ നടന്ന് ഒരു സ്ഥലത്ത് ഇരുന്നിട്ടുണ്ട്. പിഴലിലെ ഈ പറയുന്ന പാടശേഖരമുണ്ട്, തൊട്ടടുത്ത് ഈ പറഞ്ഞ ചെമ്മീൻകെട്ടുണ്ട്. അതിന്റെ തൊട്ടടുത്തുള്ള ഒരിടത്താണ് നമ്മൾ ഇരുന്നിരിക്കുന്നത്. ഇവിടുന്നാണ് വെള്ളമൊക്കെ കൺട്രോൾ നിയന്ത്രിച്ച് ഓരോ ഇടങ്ങളിലേക്കും പാടത്തേക്കും കയറ്റി വിടുന്നത്, അല്ലെ? അപ്പൊ നമുക്കൊരു തൃശ്ശൂരെ വാർത്തയിലേക്ക് കൂടെ പെട്ടെന്ന് പോകാം. തൃശ്ശൂർ പഴുവിൽ ശ്രീ ഗോകുലം പബ്ലിക് സ്കൂളിന്റെ വാർഷികാഘോഷം പ്രണവാഗ്നിക 2024 സീസൺ 2 ആഘോഷിച്ചു. നടൻ ദിലീപ് ആഘോഷ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. ശ്രീ ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ചടങ്ങിൽ അധ്യക്ഷനായി. കേരള തനിമയും ദൃശ്യചാരുതയും പൈതൃകവും ഇഴചേർന്ന അവതരണ ഗാനത്തോടെയാണ് പ്രണവാഗ്നിക 2024 സീസൺ 2 തിരിതെളിഞ്ഞത്. പഴുവിൽ ശ്രീഗോകുലം പബ്ലിക് സ്കൂളിൽ നടന്ന ആനുവൽ ഡേ സെലിബ്രേഷൻ നടൻ ദിലീപ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ തന്നെ ഡിസൈൻ ചെയ്ത പരിപാടിയുടെ മികവ് പോലെ പഠന നിലവാരത്തിലും സ്കൂളിന് കൈവന്ന ഉയർച്ചയെ ദിലീപ് അഭിനന്ദിച്ചു. എനിക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും, ഈ മണ്ണിൽ നട്ടിരിക്കുന്ന ഞാറ് ഒന്നും മോശമാവില്ല. കാരണം ഇവിടുത്തെ കുട്ടികൾ ഒരിക്കലും മോശമാവില്ല. ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എൻ്റെ ലക്ഷ്യം സ്വന്തക്കാരെ ഒരു സ്ഥാപനത്തിൽ കയറ്റി അവരെ സംരക്ഷിക്കുക എന്നുള്ളതല്ല. ഏറ്റവും കഴിവുള്ളവരെ, പ്രത്യേകിച്ച് വിദ്യാലയങ്ങളിൽ ഏറ്റവും കഴിവുള്ളവരെ നിയമിച്ച് അവരെ നമ്മുടെ ഈ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പൗരന്മാരാക്കി മാറ്റാം എന്നുള്ള ഉദ്ദേശത്താണ് ഞാൻ എൻ്റെ ഈ സ്ഥാപനമൊക്കെ നടക്കുന്നത്. സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കുടുംബത്തിലെ 80 വയസ്സ് കഴിഞ്ഞവരെ ചടങ്ങിൽ ആദരിച്ചു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടക്കം നിരവധി പേർ ആഘോഷരാവിന്റെ ഭാഗമായി. കുട്ടികളുടെ കലാപ്രകടനങ്ങൾ ചടങ്ങിന് ശോഭ കൂട്ടി. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ, സ്കൂൾ പ്രിൻസിപ്പൽ അഭിലാഷ് KR, വാർഡംഗം ജോഷി NN തുടങ്ങിയവർ പങ്കെടുത്തു. 24 തൃശൂർ. യെസ്, ഇപ്പോ പ്രേക്ഷകർക്ക് കാണാം ഈ പിഴല പ്രദേശത്തിന്റെ ആകാശ ദൃശ്യം പ്രേക്ഷകർക്ക് കാണാം. അതിന്റെ മനോഹാരിത എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് കാണാം. അപ്പോ അതാണ് പിഴല, അല്ലെ?
രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് നമ്മുടെ ദിനേശ് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സുഹൃത്തായ അനൂപ് ഇവിടെ പിഴലയിലാണ്. ഒരു ഗുഡ് മോർണിംഗ് പറയുന്നത്. അപ്പൊ വെരി ഗുഡ് മോർണിംഗ്. മേരി ഗ്രേസ് പറയുന്നു എന്റെ പേര് ഒന്ന് പറയുമെന്ന്. മേരി ഗ്രേസ് 3 പ്രാവശ്യം പറഞ്ഞെങ്കിൽ താങ്ക് യു സോ മച്ച് കാണുന്നതിനും കമന്റ് പറയുന്നത്. അപ്പൊ നമ്മുടെ പത്രത്തിന്റെ സെഗ്മെന്റിലേക്ക് വരുമ്പോൾ അനുമ്പതാ നമ്മുടെ കൂടെ ഹലോ നമ്മുടെ കൂടെ നേരത്തെ തൊട്ട് ആ തുടക്കം തൊട്ട് വന്ന ആളാണ്. നമ്മുടെ കൂടെ നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. പത്രപാരായണത്തിനായി ഇരിക്കുകയാണ് ഇവിടെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആനയോട് എങ്ങനെ പറയും അകലം എന്ന് മലയാള മനോരമ തലക്കെട്ട് കൊടുത്തതുപോലെ എങ്ങനെ നമ്മൾ ഇതിനോട് അകലം പറയും? കാരണം നമ്മുടെ കൂടെ തന്നെ കുറെ നേരമായിട്ട് നടക്കുന്നതാണ്. മലയാള മനോരമയുടെ ലീഡ് വാർത്ത അതാണ്. ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിന് സുപ്രീം കോടതി സ്റ്റേ എന്നാണ്. അത് ആനയോട് എങ്ങനെ പറയും അകലം എന്നൊരു തലക്കെട്ടാണ് അതിന് നൽകിയിരിക്കുന്നത്. അപ്രായോഗിക നിർദ്ദേശങ്ങൾ എന്ന സുപ്രീം കോടതി നിരീക്ഷണവും ഒക്കെ ആ വാർത്തയുടെ അനുബന്ധമായി കൊടുത്തിട്ടുണ്ട്. മാതൃഭൂമിയില് ഫ്രണ്ട് പേജിൽ ഒരു അപകടം തലനാരിഴയ്ക്ക് ഒഴിഞ്ഞതിന്റെ വാർത്തയാണ്. തൃപ്പൂണിത്തുറയ്ക്ക് സമീപം ഉദയംപേരൂർ കണ്ടനാട് ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിലെ ക്ലാസ് മുറിയുടെ മേൽക്കൂര തകർന്നു വീണപ്പോൾ. സന്തോഷ്, ഇതാണ് ചിത്രം. അപ്പൊ കുഞ്ഞുങ്ങളെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. സ്കൂളുകളുടെ സുരക്ഷയൊക്കെ നമ്മളുടെ ഒരു പ്രശ്നമായി എഗെയിൻ നിലനിൽക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. യെസ്, ഇനിയിപ്പോ ക്രിസ്റ്റീന കൂടി ഒരു പക്ഷേ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അടുത്ത വാർത്ത, ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 85 കടന്നു എന്നാണ് വാർത്ത. അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം ചരിത്രത്തിലാദ്യമായി 85 കടന്നു. $1 വാങ്ങാൻ ഇനി 85 രൂപ 13 പൈസ നൽകണം. കയ്യിൽ ഡോളർ ഉണ്ടോ? കയ്യിൽ ഡോളർ ഉള്ളവർക്കും അമേരിക്കൻ മലയാളികൾക്കും ഒക്കെ നല്ല കാര്യമാണ്. പക്ഷേ ഈ പറയുന്ന പോലെ നമ്മുടെ സാമ്പത്തിക വളർച്ച കുറയുന്നു, കമ്പനികളുടെ പാദഫലങ്ങൾ കുറയുന്നു, അമേരിക്കയിൽ പുതിയ ഭരണകൂടം വരുന്നു, അവരുടെ താരിഫ് നയങ്ങൾ എന്താവും, ഫെഡറൽ റിസർവ് 2 പലിശ നിരക്ക് മാത്രമേ കുറയ്ക്കൂ എന്ന് വരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആഗോള കാര്യങ്ങളാണ് ഡോളറിന്റെ വില കൂട്ടിയതും രൂപയുടെ മൂല്യം കുറച്ചതും. പക്ഷെ അത് നമുക്കൊരു ചെറിയ പ്രശ്നമാണ്. യെസ്, അപ്പോൾ നമ്മുടെ മോർണിംഗ് വാക്ക് പൂർത്തിയാകാൻ സമയമാവുന്നു.